ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതിയുടെ ഒരു സുപ്രധാന വികസനത്തിൽ 6000 കോടി രൂപ വിലമതിക്കുന്ന തദ്ദേശീയമായ ആകാശ് ആന്റി എയർ സിസ്റ്റത്തിനായി അർമേനിയയുമായി കരാർ ഉറപ്പിച്ചു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന് ആകാശ് ആന്റിയർ സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. ഇത് അർമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിപുലീകരണ പോർട്ട്ഫോളിയോയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. 25 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരേസമയം 4 വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാനുള്ള കഴിവ് ഇതിനോടകം തെളിയിച്ച ആകാശ് മിസൈൽ സംവിധാനം അർമേനിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, പീരങ്കി തോക്കുകൾ, വെടിമരുന്ന്, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വർദ്ധിച്ചുവരുന്ന പട്ടികയിലേക്ക് ഈ കരാർ സംഭാവന ചെയ്യുന്നു. ഏകദേശം 6000 കോടി രൂപയുടെ ഇടപാടിന്റെ നിബന്ധനകൾ നിറവേറ്റാൻ ബിഡിഎൽ സജ്ജമാണെന്ന് ഇഡി ഉദ്ധരിച്ച ഉറവിടങ്ങൾ വെളിപ്പെടുത്തുന്നു. ഡെലിവറികൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശ് സംവിധാനം നിലവിൽ ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ചർച്ചകൾ നടന്നുവരുന്നു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളുടെ തുടർച്ചയായാണ് ഈ കയറ്റുമതി നേട്ടം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആകാശ് സിസ്റ്റത്തിന്റെ നവീകരിച്ച പതിപ്പിൽ കുറഞ്ഞ കാൽപ്പാടുകൾ, 360 ഇടപഴകൽ ശേഷി തുടങ്ങിയ നൂതന സവിശേഷതയുണ്ട്. 82% തദ്ദേശീയമായ നിർമ്മിച്ചതും പ്രോജക്റ്റ്, മൈക്രോ, ചെറുകിട, ഇടത്തരം സംഭങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യവസായത്തിന് ചെലവിന്റെ 60% വകയിരുത്തുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ഡിസംബർ 12 അസ്ത്രശക്തി സൈനികാഭ്യാസത്തിനിടെ നടത്തിയ ഈ പ്രകടനം ഒരൊറ്റ ഫെയറിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് ഇത്രയും പ്രാവീണ്യം നേടിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 25 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശ് മിസൈൽ സംവിധാനം ഒരു ഹ്രസ്വദൂര ഉപരിതലവായു മിസൈലായി വർത്തിക്കുന്നു. അപകടസാധ്യതയുള്ള പ്രദേശങ്ങളെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും വായുസേന ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രതിരോധ കയറ്റുമതി കരാറിന്റെ വിജയം ആഗോള പ്രതിരോധ വിപണിയിലെ ഒരു പ്രധാന പങ്കാളിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു.